ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിരഞ്ജന സ്റ്റോറീസ്. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഓണം വ്ലോഗായിട്ടാണ്. സോ ഇന്നല്ല ഓണം, നാളെയാണ്, ഇന്ന് തലേന്നാണ്. സോ നമ്മൾ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള സദ്യയിലെ മറ്റേ അച്ചടി കിച്ചടി സാമ്പാർ അതിനെല്ലാം അരിഞ്ഞോണ്ടിരിക്കുകയാണ്. ഞാനല്ല അരിയുന്നത്, ബൈ ദ വേ എന്റെ അച്ഛനും അമ്മയുമാണ് അരിയുന്നത്. സോ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണാൻ കാണിച്ചു തരാം. ഗായ്സ് ഇവിടെ അരിഞ്ഞോണ്ടിരിക്കുകയാണ്. കുറെ കാര്യമുണ്ട്, അമ്മയുമുണ്ട് അച്ഛനുമുണ്ട്. പൊരിഞ്ഞ് അരിയുകയാണ്. നമുക്കൊന്നും അങ്ങനെ പരിപാടിയില്ല, ഇതൊക്കെ തിന്ന് സാധിച്ചാൽ മതി. സോ ഇനിയും പരിപാടി കിടക്കുന്നത് നാളെയാണ്. സോ ഇന്നൊരു ഇൻട്രോ മാത്രമാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് നാളത്തെ വീഡിയോ കണ്ടിട്ട് വരാം. നാളെ കാണാം എന്ന് പറഞ്ഞിട്ട് ഇന്ന് തന്നെ വന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ അമ്മയ്ക്ക് പണി ഒന്ന് തൂക്കാൻ. സോ നമുക്ക് തൂക്കാം. ഹാപ്പി ഓണം. അപ്പോൾ ഇന്നലത്തെ നമ്മൾ പ്രിപ്പറേഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഞാൻ ഓണത്തിന്റെ വ്ലോഗ് എടുക്കുന്നത് ഓണം ദിവസം 12 മണിക്കാണ്. ഞാൻ മറന്നു പോയി എടുക്കാൻ. രാവിലെ എൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ കറങ്ങിയിരിക്കായിരുന്നു. സോ ഇവിടെ നിന്ന് നമ്മൾ അത്താപ്പൂക്കൾ ഒന്നും ഇടുന്നില്ല. എന്താ വെച്ചാൽ എൻ്റെ അച്ചാച്ചൻ വെച്ചിട്ട് ഇന്ന് ഒരു വർഷം ആയിട്ടില്ല. സോ ഞങ്ങൾ വിചാരിച്ച് ഇടണ്ടാന്ന്. സോ അത്താപ്പ് വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ സദ്യ കഴിക്കുന്ന ടൈമാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമ്മൾ കഴിച്ചു. അപ്പോൾ ഇപ്പോൾ കുറേ പേര് വന്നിട്ടുണ്ട്. ഞാൻ അവരെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഇതാണ് എൻ്റെ അച്ഛമ്മ, ഇതാണ് എൻ്റെ അമ്മ, ഹായ്. ഇതാണ് എൻ്റെ അച്ഛൻ, ഇതാണ് എൻ്റെ ചേച്ചി, അപ്പ. അപ്പൊ ഗായ്സ് കുറേ നേരം കഴിഞ്ഞിട്ടാ സദ്യയൊക്കെ ഉണ്ടായ. അപ്പോൾ നമ്മൾ സദ്യയൊക്കെ ഇച്ചിരി സമയം കഴിഞ്ഞപ്പോൾ വിളമ്പാൻ തുടങ്ങി. ഓരോന്നായിട്ട് കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. സദ്യം പറഞ്ഞാൽ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ എടുപ്പൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനങ്ങ് ഇരുന്നു കഴിക്കാൻ. പിന്നെ നല്ല അടിപൊളി പായസം ഉണ്ടായിരുന്നു, അടപ്രഥമൻ. അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റ് പായസം അടപ്രഥമൻ. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് ഇരുന്നു ഇച്ചിരി സമയം. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഒരു ഉറക്കൊക്കെ പാസ്സാക്കി ഒരു മുട്ടയൊക്കെ കഴിച്ചപ്പോൾ പിന്നെ ഞങ്ങൾക്ക് തോന്നിയ ഒരു ഒറ്റ മൈൻഡായിട്ട് അമ്മ വീട്ടിലോട്ട് വിടാൻ. അപ്പോൾ അമ്മ വീട് ഇവിടെ അടുത്താണ് കേട്ടോ. മീൻസ് ഞങ്ങളുടെ ഇവിടെ ചിങ്ങോളാണെങ്കിൽ അപ്പുറത്ത് കാർത്തിപ്പള്ളി. അപ്പോൾ അവിടോട്ട് ഞങ്ങൾ വിചാരിച്ച് ഒന്ന് പോയി എല്ലാവരെയും ഒന്ന് കണ്ടുവരാമെന്ന്. പിന്നെ ഞങ്ങൾ കാർത്തിപ്പള്ളിയിലൊക്കെ എത്തി. ഇതാണ് എൻ്റെ അമ്മയുടെ വീട് കേട്ടോ. ഒരു നല്ലൊരു പണ്ടത്തെ വൈബുള്ള വീടാണ്. പിന്നെ ഞങ്ങൾ കുറേ സമയം സംസാരിച്ചിരുന്നു. ഒരു കാര്യം കാണിച്ചു തരാം. എപ്പോഴും പണ്ട് ഞാൻ ഇവിടെയായിരുന്നു നിൽക്കുന്നത്. അപ്പോൾ എപ്പോഴും എൻ്റെ ഒരു പരിപാടി മീൻസ് ഈ ഒരു പുളി അല്ല നല്ല ചിലവരൊക്കെ കഴിക്കുമായിരിക്കും, അത് കഴിക്കും. അത് കഴിക്കുന്ന പിറ്റേ ദിവസം തന്നെ എനിക്ക് വേണ്ട വരും. അതായിരുന്നു എൻ്റെ ഹോബി. ഇപ്പോഴും കഴിക്കും. അപ്പോൾ ഗായ്സ് ഇന്ന് ഇത്രേ ഉള്ളൂ. ഒരു ഭയങ്കര കുഞ്ഞു വീഡിയോ ആണെന്ന് എനിക്ക് തോന്നുന്നു. സോ ഇനിയും എപ്പോഴും ഇടാൻ നോക്കാം ഞാൻ. സോ ഒരു ഷോർട്ടും കൂടി വരുന്നുണ്ട്, എല്ലാവരും കാണണം. സോ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ta-da!